നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. കളർകോട് അപകടത്തിൽ മരിച്ച ശ്രീദീപിന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. പാലക്കാട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണോ? അനുജ, സംസ്കാര നടപടികൾ ഇതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചന്ദ്രനഗറിലെ വൈദ്യുത ശ്മശാനത്തിനകത്തേക്ക് ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. മറ്റ് നടപടികളൊക്കെ തന്നെ വീട്ടിലെത്തിച്ച ശേഷം ഏതാണ്ട് 45 മിനിറ്റ് നേരം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. ആ സമയത്ത് ശ്രീദീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്ന് ഈ അന്തിമോപചാരം അർപ്പിക്കും. വളരെ വേഗത്തിൽ പൂർത്തിയാക്കി. അതായത് ഏതാണ്ട് ഒരു 45 മിനിറ്റ് നേരം കൊണ്ട് മുഴുവൻ നടപടി പൂർത്തിയാക്കി ചന്ദ്രനഗറിലെ വൈദ്യുതി ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ആ പ്രിയപ്പെട്ട 20-കാരൻ്റെ മൃതദേഹം ഇന്നലെ ഉണ്ടായ ആ അപകടത്തിൻ്റെ നടുക്കം ഇതുവരെ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വിട്ടുമാറിയിട്ടില്ല. കാരണം അത്രമേൽ അവർക്കെല്ലാം തന്നെ പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീദീപ്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ നാട്ടിൽ ഈ വിയോഗ വിവരം അറിഞ്ഞിരുന്നെങ്കിലും വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും തന്നെ അത് പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു ശ്രീദീപിൻ്റെ വിയോഗം. ഏതാണ്ട് 2 മാസം മുൻപാണ് നാട്ടിൽ വന്നുപോയത്. ആ സമയത്തെല്ലാം തന്നെ കൽപ്പാത്തി ഉത്സവത്തിൻ്റെ സമയത്ത് നാട്ടിൽ വന്നിരുന്നു. ആ സമയത്തൊക്കെ തന്നെ വീട്ടുകാരുമൊക്കെയായി വലിയ ബന്ധം വെച്ച് പുലർത്തിയിരുന്ന, അടുത്തുള്ള ആളുകളൊക്കെയായി വളരെ നല്ല സൗഹൃദം വെച്ച് പുലർത്തിയിരുന്ന, എല്ലാവരോടും വളരെ നന്നായി പെരുമാറിയിരുന്ന, ഈ പഠനത്തിനപ്പുറത്ത് കായിക രംഗത്തടക്കം വലിയ മികവ് പുലർത്തിയിരുന്ന ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ് ആ സ്കൂളിലെ അധ്യാപകർക്ക്. ഭാരത് മാതാ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ആ സ്കൂളിലെ അധ്യാപകർക്ക് നഷ്ടമാകുന്നത്. അവരെല്ലാവരും തന്നെ ഇന്ന് രാവിലെ മുതൽ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ ആ പ്രിയപ്പെട്ട 20-കാരന് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ നാട്. വീട്ടിലെത്തിച്ച സമയത്ത് സാമൂഹിക രാഷ്ട്രീയ പ്രമുഖർ വീട്ടിലേക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ചന്ദ്രനഗറിലെ ശ്രീദീപിന്റെ ഭൗതിക ദേഹം എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അനുജ, കളർകോട് അപകടത്തിൽ മരിച്ച പാലക്കാട്ടെ ശ്രീദീപിന്റെ സംസ്കാര ചടങ്ങ് അതാണിപ്പോൾ നടക്കുന്നത്. പാലക്കാട്ട് ശ്മശാനത്തിലാണ് ചടങ്ങുകൾ. നേരത്തെ വസതിയിൽ പൊതുദർശനത്തിന് വച്ചിരുന്നു. അപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നിരുന്നു. കൽപ്പാത്തി രഥോത്സവ സമയത്തൊക്കെ ആണ് അവസാനമായി ശ്രീദീപ് നാട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ അങ്ങോട്ടേക്ക് എത്തി ശ്രീദീപിന് അന്തിമോപചാരം അർപ്പിച്ചു. വസതിയിലേക്കാണ് ആദ്യം മൃതദേഹം എത്തിച്ചത്. അവിടെ കുറച്ച് സമയം പൊതുദർശനം, അതിനുശേഷം ഇപ്പോൾ ശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു. സംസ്കാര നടപടികളിലേക്കാണ് ഇനി കടക്കുന്നത്. നിഖിൽ തുടരുന്നുണ്ട്. നിഖിൽ, ഇപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ എത്തി അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സംസ്കാരത്തിലേക്ക് കടക്കുകയാണോ? സംസ്കാര ചടങ്ങ് പൂർത്തിയായി. വൈദ്യുതി ശ്മശാനമായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആ നടപടികളൊക്കെ പൂർത്തിയായി. അനുജ, ആ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കി. ബന്ധുക്കളും നാട്ടുകാരും ശ്രീദീപിൻ്റെ സുഹൃത്തുക്കളും എല്ലാം തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ശ്രീദീപിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏക മകനാണ്. പാലക്കാട് ഭാരത് മാതാ സ്കൂളിൽ അധ്യാപകനായ വത്സൻ, അഭിഭാഷക ബിന്ദു ദമ്പതികളുടെ ഏക മകനാണ് ശ്രീദീപ്. അവരുടെ സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ ഈ 20-കാരനിലായിരുന്നു. വലിയ സ്നേഹം വീട്ടിലെത്തുന്ന സമയത്ത് അയൽക്കാരുമൊക്കെയായി വെച്ച് പുലർത്തിയിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. നമുക്കതറിയാം, ഇതൊരു ഗ്രാമമാണ്. കൽപ്പാത്തി കൽപ്പാത്തിയോടൊക്കെ ചേർന്നുള്ള, അതായത് ആ അഗ്രഹാരങ്ങളോടൊക്കെ മാതൃകയിൽ തന്നെയുള്ള വളരെ ചേർന്ന് അടുത്തടുത്ത് വീടുകളുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് അടുത്തിടെ പോലും എത്തിച്ചേർന്ന് അവിടെയുള്ള ആളുകളുമൊക്കെയായി വളരെ നല്ല ബന്ധം വെച്ച് പുലർത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഈ നാടിനെ നഷ്ടമായിരിക്കുന്നത്. അതിൻ്റെ വേദനയാണ് എല്ലാവർക്കും ഉള്ളത്. മികച്ചൊരു ഹഡിൽസ് താരമായിരുന്നു. അതുകൊണ്ട് തന്നെ പഠന കാലത്തെല്ലാം തന്നെ അതിൽ വലിയ മികവ് പുലർത്തുകയും അധ്യാപകർക്കൊക്കെ ഒരുപാട് സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. ആ വിദ്യാർത്ഥിയെ കൂടിയാണ് ഈ നാടിനെ നഷ്ടമാവുന്നത്. ഇന്നലെ രാത്രി വിയോഗ വിവരം അറിഞ്ഞത് മുതൽ തന്നെ ആരും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി അത് പത്രങ്ങളിലും മറ്റും അത്തരത്തിലുള്ള വിവരങ്ങൾ വരികയും തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ, അനുജൻ, മകൻ ഒക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് ഈ നാട് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ സംസ്കാര നടപടികൾ പൂർത്തിയായിരിക്കുന്നു. എന്നിരിക്കെ പോലും ഇവിടെ നിന്ന് പൂർണ്ണമായി ആളുകൾ ഒഴിഞ്ഞു പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ ശ്രീദീപിൻ്റെ ഒപ്പം പഠിച്ചിരുന്ന കുട്ടികൾ, ചെറിയ കുട്ടികളടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നില്ല. +2 കാലഘട്ടത്തിലൊക്കെ ഒരുമിച്ച് പഠിച്ച കുട്ടികളടക്കമാണ്. കളർകോടുണ്ടായ അപകടത്തിൽ മരിച്ച പാലക്കാട്ടെ ശ്രീദീപിന്റെ സംസ്കാര ചടങ്ങ് പൂർത്തിയായി.
കളർകോട് വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട നൽകി നാട്. ഏറെ പ്രതീക്ഷയോടെ 2 മാസം മുൻപ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയവർക്കാണ് ഇന്ന് ക്യാമ്പസ് അന്ത്യയാത്രാമൊഴി ചൊല്ലിയത്. അപകടത്തിൽ മരിച്ച ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം എറണാകുളം ജുമാ മസ്ജിദിൽ ഖബറടക്കി. കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ ഖബറടക്കവും ഇന്നാണ്. ആയുഷ്, ഷാജി, ദേവനന്ദൻ എന്നിവരുടെ സംസ്കാര ചടങ്ങ് നാളെയാണ്. ഇന്നലെ ക്യാമ്പസിൽ നിന്ന് സന്തോഷത്തോടെ മടങ്ങിയതാണ്. ഇന്ന് അതേയിടത്തേക്ക് ചേതനയറ്റാണ് അവരെ എത്തിച്ചത്. 5 പേരുടെയും മുന്നിൽ കണ്ണീർ പൊഴിക്കാനേ അവസാന നോക്കിനായി എത്തിയവർക്ക് കഴിഞ്ഞുള്ളൂ. സഹപാഠികളും അധ്യാപകരും മാത്രമല്ല, ഇതിനു മുമ്പ് 5 പേരെയും അറിയാത്ത നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മെഡിക്കൽ കോളേജിലെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 12 മണിയോടെയാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി കോളേജിലേക്ക് എത്തിച്ചത്. 1 മണിയോടെ പൊതുദർശനം അവസാനിച്ചു. സംസ്കാരത്തിനായി 5 പേരുടെയും മൃതദേഹം സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ നില ഗുരുതരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 24 ആലപ്പുഴ. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടവേര കാറിന്റെ കാലപ്പഴക്കവും അമിത ഭാരവും ഉൾപ്പെടെ ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി. വിദ്യാർത്ഥികൾക്ക് നിയമവിരുദ്ധമായാണ് വാഹനം വാടകയ്ക്ക് നൽകിയതെന്ന് പോലീസ് കണ്ടെത്തി. സൗഹൃദത്തിന്റെ പേരിലാണ് വാഹനം നൽകിയതെന്നാണ് ഉടമയുടെ വാദം. വാഹനത്തിന്റെ അമിതഭാരം, ശക്തമായ മഴ, വെളിച്ചക്കുറവ്, വാഹനത്തിന്റെ കാലപ്പഴക്കം, അങ്ങനെ പല കാരണങ്ങൾ അപകടത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി. മണിക്കൂറുകൾ സമയമെടുത്ത് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഓരോ വിദ്യാർത്ഥിയെയും പുറത്തെടുത്തത്. ഒട്ടും സുരക്ഷിതമല്ലാത്ത വാഹനം ഉടമ വാടകയ്ക്ക് നൽകിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. 7 പേരെ മാത്രം ഉൾക്കൊള്ളാവുന്ന വാഹനത്തിൽ സഞ്ചരിച്ചത് 11 പേർ. വാഹന ഉടമ ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാബിൽ ഖാൻ നിയമവിരുദ്ധമായാണ് കാർ വാടകയ്ക്ക് നൽകിയത്. വണ്ടിയുടെ ഡാമേജിൽ നിന്ന് തന്നെ വണ്ടിക്ക് ഇത്തിരി സ്പീഡ് ഉണ്ടായിരുന്നുള്ള വളരെ വ്യക്തമാണ്. എക്സ്പീരിയൻസ് കുറവുണ്ട് ഡ്രൈവർക്ക്. 5 മാസമായിട്ട് ലൈസൻസ് എടുത്തിട്ട് ഈ വണ്ടിയിൽ 7 പേരിരിക്കേണ്ട വണ്ടിയിൽ 11 പേര് ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതലാണ്. അപകടത്തിൽ RTO തലത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ജില്ലാ കളക്ടർ. ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് വന്ന വഴിക്ക് എതിരെ വന്ന ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രാഥമിക റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. ഞാൻ RTOയുടെ ലെവലിൽ ഒരു അന്വേഷണം നടത്തേണ്ടത് ക്രമീകരണം ചെയ്തു വരുന്നു. അതേസമയം കാർ വാടകയ്ക്ക് സൗഹൃദത്തിന്റെ പേരിൽ നൽകുകയായിരുന്നു എന്നാണ് കാർ ഉടമയുടെ വാദം. മുഹമ്മദ് ജബ്ബാറുമായി 2 മാസത്തെ പരിചയമുണ്ട്. മുഹമ്മദ് ജബ്ബാർ കണ്ട് പരിചയപ്പെട്ടതാ. റെന്റിന് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടൊന്ന് സിനിമയ്ക്ക് പോകണം, അവധി ആയതുകൊണ്ട് ഒരു ചാൻസ് കിട്ടിയതായിരിക്കും. ആ വണ്ടിയൊന്ന് പോവാം, ഞാൻ ആവശ്യത്തിനുള്ള ഡീസൽ അടിച്ചോളാം എന്ന് പറഞ്ഞ് എൻ്റെ ആ വണ്ടി എടുത്തുകൊണ്ട് പോയതാ. ഉടമയുടെ മൊഴി പോലീസോ മോട്ടോർ വാഹന വകുപ്പോ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ലൈസൻസും പെർമിറ്റുമില്ലാതെ ആർക്കും യഥേഷ്ടം എത്ര പേരുമായും സഞ്ചരിക്കാവുന്ന വാടക വാഹനങ്ങളാണ് ഇതുപോലെയുള്ള അപകടങ്ങൾക്ക് പിന്നിൽ. നിരത്തുകളിലെ മനുഷ്യജീവനുകളെ സംരക്ഷിക്കാൻ ഇത്തരം കള്ള ടാക്സികൾക്ക് കടിഞ്ഞാണിട്ടേ മതിയാകൂ. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുള്ള പെൺകുഞ്ഞിനോട് കൊടും ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ആയമാർ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. അജിത, മഹേശ്വരി, സിന്ധു എന്നീ 3 ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ താത്കാലിക ജീവനക്കാരടക്കം 7 പേരെ പിരിച്ചുവിട്ടു. ശിശുക്ഷേമ സമിതി ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തി. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, പോക്സോ കേസാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ എന്താണ്? മറ്റൊന്ന്, ശിശുക്ഷേമ സമിതി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്താണ്? അവർ സമീപിച്ച നടപടികൾ, സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്നതുൾപ്പെടെ.
അനുജ, ഒരു മാസം മുമ്പാണ് 2 കുഞ്ഞുങ്ങളെ, ഒന്ന് 2.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞും ഒരു 1.5 വയസ്സുള്ള ഒരു ആൺകുഞ്ഞും, ഈ 2 കുഞ്ഞുങ്ങളെ ബന്ധുക്കൾ CWC തിരുവനന്തപുരത്തെ ഓഫീസിലെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇവർ. ഒരു മാസം മുമ്പ് ഇവിടെ എത്തിച്ചതിന് ശേഷം ഈ പ്രധാനപ്പെട്ട ഈ 3 ആയമാരാണ് ഇവരെ നോക്കി വരുന്നത്. ഈ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഈ കുഞ്ഞുങ്ങളെ, ഈ പ്രധാനമായി 2.5 വയസ്സുള്ള ഈ കുഞ്ഞ് ഈ കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്നുള്ളൊരു കാരണം പറഞ്ഞ് ഈ ആയമാർ ഉപദ്രവിക്കുന്നത്. പ്രധാനമായും ഈ 3 പേരാണ് ഈ പ്രതികളായിട്ടുള്ളവർ. അതിൽ അജിത, സിന്ധു, മഹേശ്വരി. അജിതയാണ് ഈ കുഞ്ഞിനെയും ഈ കിടക്കയിൽ മൂത്രം ഒഴിച്ചു എന്നുള്ളൊരു കുറ്റം പറഞ്ഞ് നഖം ഉപയോഗിച്ച് നുള്ളി പരിക്കേൽപ്പിച്ചത്. സ്വകാര്യ ഭാഗത്തും ഒപ്പം തന്നെ ജനനേന്ദ്രിയത്തിലുമാണ് കുഞ്ഞിനെ മുറിവേറ്റിട്ടുള്ളത്. അതിനുശേഷം ഇത് പുറത്തറിയുന്നത് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ, അത് വേറെ ചില കെയർ ടേക്കർമാർ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ നെയ്റ്റൽ അനുഭവപ്പെട്ട് വാവിട്ടു കരഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ എത്തി പരിശോധിച്ചു. ഈ പരിശോധനയിലാണ് കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവ് കണ്ടെത്തിയത്. ഇക്കാര്യം ജനറൽ സെക്രട്ടറിയും ധരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ഉടൻ തന്നെ ഒരു യോഗം വിളിച്ചതിന് ശേഷം ഇത് പോലീസിനെ അറിയിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഉടൻ തന്നെ മ്യൂസിയം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അങ്ങനെ മ്യൂസിയം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി CCTV അടക്കം പരിശോധിച്ചതിൽ നിന്നാണ് ഈ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഈ 3 പേരാണ് ആ കുറ്റക്കാരെന്ന് മനസ്സിലായത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ അജിതയാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചതെന്ന് മനസ്സിലായി. മറ്റു 2 പേർക്കും ഈ കുഞ്ഞിനെ ഉപദ്രവിച്ച വിവരം അറിയാമായിരുന്നു. അത് പുറത്ത് പറയാത്തതിലാണ് അവരെ കൂടി പോക്സോ വകുപ്പും ഒപ്പം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 3 പേരെയും ഇപ്പം മ്യൂസിയം പോലീസ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ റിമാൻഡ് ചെയ്യും. ഇവർ 5 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരാണ് ഇവർ 3 പേരും. ഇവരെ കൂടാതെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു 4 പേർ, അങ്ങനെ ആകെ 7 പേർ എന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും പിരിച്ചുവിട്ടതായി CWC ജനറൽ സെക്രട്ടറി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞെട്ടിക്കുന്ന സംഭവം ശിശുക്ഷേമ സമിതിയിൽ ഉണ്ടായത്. കുഞ്ഞിനെ പരിപാലിച്ച 3 ആയമാർ കൂടാതെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 പേർ, അങ്ങനെ 7 പേരെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് ശിശുക്ഷേമ സമിതിയുടെ വിശദീകരണം. CPIM പുറത്താക്കിയ തിരുവനന്തപുരം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി BJPയിലേക്ക്. നാളെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മധു മുല്ലശ്ശേരിക്ക് പാർട്ടി അംഗത്വം നൽകും. മധു മുല്ലശ്ശേരിയുടെ കുടുംബാംഗങ്ങളും BJPയിൽ ചേരും. മംഗലപുരം ഏരിയ സമ്മേളനത്തിനിടെ ഞായറാഴ്ചയാണ് നേതൃത്വത്തെ വിമർശിച്ച് ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയത്. പിന്നാലെ മറ്റൊരു പാർട്ടിയിൽ ചേരുമെന്ന സൂചന നൽകിയ മധുവിനെ CPIM നേതൃത്വവും പൂർണ്ണമായി തള്ളി. BJPയിൽ ചേരാനാണ് മധുവിന്റെ തീരുമാനം. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ട്. നമ്മൾ വലിയൊരു കുടുംബമാണ്. ഈ പ്രദേശത്തെ നിരവധി പാർട്ടി പ്രവർത്തകർ, പാർട്ടി മെമ്പർമാർ, എൻ്റെ മകനായ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ എല്ലാം എന്നോടൊപ്പം ഉണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, V മുരളീധരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഇന്ന് രാവിലെ മധുവിനെ വീട്ടിലെത്തി കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ ദീർഘമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലുമുള്ള പാരമ്പര്യം, ആ അനുഭവജ്ഞാനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് പാർട്ടി അദ്ദേഹവുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ. മധു മുല്ലശ്ശേരി BJPയിൽ ചേരുമെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇന്ന് BJP നേതാക്കൾ മധുവിന്റെ വീട്ടിലെത്തുന്നതിന് മുൻപേ മധുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് CPIM അറിയിപ്പ് പുറത്തുവന്നു. ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനം അനുസരിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അതിന് അനുവാദം നൽകേണ്ടത്. ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അതിന് അനുവാദം നൽകി. അതിന്റെ ഭാഗമായിട്ടാണ് മധുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. നാളെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനിൽ നിന്ന് മധു മുല്ലശ്ശേരി പാർട്ടി അംഗത്വം സ്വീകരിക്കും. മേഖലാ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരിയുടെ മകൻ മിഥുനെ DYFI പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പിതാവിന് പിന്നാലെ മധുവിന്റെ മകൾ മാധുവും BJPയിൽ ചേരും. CPIM അനുഭാവിയായിരുന്ന മാധു കോട്ടയം വൈക്കം മടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. 24 തിരുവനന്തപുരം. BJP ഭരിക്കുന്ന പന്തളം നഗരസഭാ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചു. സുശീല സന്തോഷും U രമ്യയുമാണ് രാജിവെച്ചത്. നാളെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് രാജി. പാർട്ടി അടുത്ത ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അവർ വ്യക്തിപരമായിട്ടുള്ള അസൗകര്യം കൊണ്ട് രാജിവെക്കുകയാണെന്നാണ് പറഞ്ഞത്. അത് പാർട്ടി അംഗീകരിച്ചു, അത്രയേ ഉള്ളൂ. BJP അകറ്റി നിർത്താൻ വേണ്ടി LDF, UDF എന്ത് ശ്രമം നടത്തിയാലും ആ ശ്രമങ്ങളൊന്നും വിജയിക്കത്തില്ല. അത് വ്യാമോഹമായിട്ട് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. BJP തന്നെ ഇവിടെ പറ്റും. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, നാളെ അവിശ്വാസ പ്രമേയം പരിഗണനയ്ക്ക് എടുക്കാനിരിക്കെയാണ് ഇങ്ങനൊരു രാജി. ഇപ്പോഴും പക്ഷേ BJP പ്രതീക്ഷയിലാണോ? നാളെ എന്ത് സംഭവിക്കുമെന്നാണ് കരുതുന്നത്?
അവിശ്വാസ പ്രമേയം നാളെ നടക്കില്ല അനുജ. കാരണം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം കൃത്യമായ രീതിയിൽ സുശീല സന്തോഷും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ക്യു രമ്യയും രാജിവെക്കുക എന്നതായിരുന്നു. നിലവിൽ BJP മത്സരിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുത്തിരുന്നുവെങ്കിൽ BJPക്ക് കൃത്യമായ രീതിയിൽ വോട്ടുകൾ ഉണ്ടായിരുന്നില്ല. 18 അംഗ കൗൺസിലേഴ്സ് ഉണ്ടെങ്കിലും നിലവിൽ 15 പേരുടെ പിന്തുണ മാത്രമേ സുശീല സന്തോഷിനും യു രമ്യയും അടങ്ങുന്ന ഭരണസമിതിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 3 BJP കൗൺസിലേഴ്സ് ഇടഞ്ഞു നിൽക്കുകയാണ്. അതിലൊരു BJP കൗൺസിലറായ KV പ്രഭ എന്നയാളെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന്. ഈ പക്ഷത്തിനോടൊപ്പം ചേർന്ന് ഈ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവെക്കുക കൂടി ചെയ്തു ആ നോട്ടീസിൽ. എന്തായാലും നാളെ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കില്ല. ഈ ഒരു ഘട്ടത്തിൽ അവിശ്വാസ പ്രമേയത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം BJPയിലെ പടലപ്പടക്കമാണ് ഭരണം കിട്ടിയ രണ്ടാമത്തെ നഗരസഭ. 2 നഗരസഭകളാണ് BJP ഭരിക്കുന്നത്, പാലക്കാടും പന്തളവും. രണ്ടാമത്തെ നഗരസഭയിലും രാജി വന്നിരിക്കുന്നു. എന്തായാലും പുതിയ സമവായം അനുസരിച്ച് പുതിയ ഒരാളെ ചെയർപേഴ്സണും ഡെപ്യൂട്ടി ചെയർപേഴ്സണും ആക്കാമെന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ BJP നേതൃത്വം പോയിട്ടുണ്ട്. പക്ഷേ ഈ ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാർ അതിന് തയ്യാറാകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും CPIM പറയുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആളുകളെ ആക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. അവർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ 3 കൗൺസിലേഴ്സ് CPIMനൊപ്പോ അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പോ നിൽക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പന്തളം നഗരസഭാ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചു. ഇനി തുടർ നീക്കം എന്താണ് BJPയുടേത് എന്നതാണ് ശ്രദ്ധേയം. ഗോകുലം കേരള FC ഇന്ന് ആദ്യ ഹോം മാച്ചിനിറങ്ങും. ഐ ലീഗിലെ ആദ്യ ഹോം മത്സരത്തിന് ഗോകുലം കേരള FC ഇന്നിറങ്ങും. കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ ഐസ്വാൾ FC ആണ് എതിരാളികൾ. ഐ ലീഗ് വിരുന്നെത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, ഇനി ഏതാനും മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ, നിമിഷങ്ങൾ മാത്രമെന്ന് പറയാം. ഇപ്പോൾ വലിയ ആരാധക വൃന്ദത്തെയൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും അനുജ, ഇനി അരമണിക്കൂറിൽ മാത്രമാണ് ആവേശകരമായ ഫുട്ബോൾ മാമാങ്കത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് കോഴിക്കോട്. മലബാറിയൻസിന് വലിയ പിന്തുണ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിരവധി പേരാണ് ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ 7 മണിക്ക് തന്നെയാണ് കിക്ക് ഓഫ്. അതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് നാടൊന്നാകെ. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഗോകുലം ടീമിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ മത്സരം നേരിൽ കാണുന്നതിന് വേണ്ടിക്കൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. 2 ടീമുകളും 5:30 തന്നെ എത്തി. 2 ടീമുകൾ എത്തി അവരുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ വലിയൊരു ആവശ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് നിരവധി പേര് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടാവും ഇന്നത്തെ മത്സരം? ഗോകുലം ജയിക്കും. എത്ര ഗോളും ജയിക്കും? 2-0. എങ്ങനെയാണ് പ്രൊഡിക്ട് ചെയ്യുന്നത്? എത്ര ഗോളിന് ജയിക്കുന്ന പ്രതീക്ഷിക്കുന്നത്? 2-0. ആരൊക്കെ ഗോൾ അടിക്കും? സുഹേർ 2. രണ്ടും സുഹേർ. അനുജ, വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ മത്സരം. ഗോകുലം ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആരാധകർ പങ്കുവെക്കുന്നത്. ഗോകുലത്തിൻ്റെ ആരാധകരാണ് എല്ലാവരും. അതോടൊപ്പം തന്നെ എതിരാളികളായിട്ടുള്ള ഐസ്വാൾ FC ശക്തരായിട്ടുള്ള ടീമാണ്. മിസോറാമിൽ നിന്നുള്ള ടീമാണ്. 2 മത്സരങ്ങൾ വീതമാണ് ഈ 2 ടീമും കളിച്ചിരിക്കുന്നത്. ആ 2 മത്സരങ്ങളിൽ ഓരോ ജയവും ഓരോ സമനിലയുമായി 4 പോയിന്റ് വീതമാണ് ഇരു ടീമുകൾക്കുമുള്ളത്. പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ഗോകുലം കേരള FC. ഒപ്പം 4-ാം സ്ഥാനത്ത് ഐസ്വാൾ FCയും ഉണ്ട്. ആവേശകരമായ മത്സരം വീക്ഷിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് നിരവധി പേർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നലെ ഈ സമയത്തൊക്കെ ശക്തമായ മഴയായിരുന്നു. ഇന്നിപ്പോൾ കാലാവസ്ഥ കൂടി അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ നല്ല മത്സരം നമുക്ക് കാണാൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷ തന്നെയാണ് ആരാധകരും വലിയ രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനുജ, ഐ ലീഗ് മത്സരം ഗോകുലം കേരള FC ഐസ്വാൾ FC മത്സരം അല്പസമയത്തിനകം കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ഗോകുലം കേരള FCക്ക് ശുഭപ്രതീക്ഷ എന്നാണ് ഗോകുലം ഗോപാലൻ 24-നോട് പറഞ്ഞത്. കേരള ഫുട്ബോളിന് പുത്തൻ ഉണർവ് സമ്മാനിക്കാൻ ടീമിനായെന്നും ഗോകുലം ഗോപാലൻ 24-നോട് പറഞ്ഞു. നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ 10 കാലം ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു 4-5 വർഷങ്ങൾക്ക് മുമ്പേ. അത് ഗോകുലം ഫുട്ബോൾ ആരംഭിച്ച ശേഷം അതിന് ഉണർവുണ്ടായി. ഇപ്പം അത് ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പ് വരെ എത്തിക്കഴിഞ്ഞു. ജെൻസ് മാത്രമല്ല, ലേഡീസിന് 3 പ്രാവശ്യം ചാമ്പ്യൻഷിപ്പ് കിട്ടി. ഇന്ന് നിറയെ പേരുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷത്തിന് ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം ഫുട്ബോൾ രംഗത്തിൽ ഒരു ഉണർവുണ്ടാക്കാൻ ഗോകുലം ഗ്രൂപ്പിന് സാധിച്ചല്ലോ എന്നൊരു സന്തോഷം. 2 തവണ ചാമ്പ്യന്മാരായി. ഇതിപ്പം 3-ാം തവണ ചാമ്പ്യന്മാരെന്നുള്ള പ്രതീക്ഷയിലാണ്. എല്ലാം പ്രതീക്ഷയാണല്ലോ നമ്മൾ മാക്സിമം അതിൻ്റെ കഴിവ് കാണിക്കുക. പിന്നെ ഇതൊക്കെ ഒരു സമയത്തിനനുസരിച്ചുള്ള ഒരു ഇതാണല്ലോ. ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കാം കേരളത്തിന് ഒരു ഉണർവുണ്ടാകാനുള്ള ഒരു വകയുണ്ടാകാൻ ഞങ്ങൾ ശ്രമിക്കാം. ഓക്കെ. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ.
കൊല്ലം ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുന്നു.